അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പാലക്കാട് കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ട കേസ്. അതായത് നമ്മൾ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ കോട്ടായി പെരിങ്ങോട്ടുകുറിശി ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രാരി എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് പാലക്കാട്. അവിടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ അടിപൊളി ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേസ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ എത്തുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പിരാരിയിലാണ് കേസ്. പിരാരി എന്നാണ് പറയുക. അവിടെ കുറേ അമ്പലങ്ങളും സ്ഥലങ്ങളും കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ റോഡ് നല്ല കണ്ടില്ലേ. ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുമ്പോഴാണ് നല്ല തണൽ മരങ്ങളുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിലൂടെ പോകാനും വരാനൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇടയിലുള്ള ചെറിയ ചെറിയ നല്ല കാഴ്ചകൾ കണ്ടിട്ടേ പോവാട്ടെ കേസ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുന്തുരപ്പള്ളി അഗ്രഹാരം എത്താറായിട്ട് കേസ്. അപ്പോൾ അതിൻ്റെ മുൻപ് അത് എത്തുന്ന മുമ്പ് ഒരുപാട് എന്താ പറയുക, ഈ മാങ്ങ കച്ചവടങ്ങളാണ് ഇപ്പോൾ കുറച്ച് കണ്ടത് കേട്ടോ. കുറേ മാങ്ങകൾ, പിന്നെ നല്ല നല്ല ചൂട് ചായയും കടിയും കിട്ടുന്ന കുറേ സ്റ്റാളുകൾ കേട്ടോ. ചായക്കടകൾ, ചെറിയ ചെറിയ ചായക്കടകൾ എല്ലാം ഈ മരത്തിൻ്റെ തണലിൻ്റെ ഓരോ സ്ഥലത്ത് ഉണ്ടാകും കേട്ടോ. ഇതാണല്ലോ ഇതേപോലെയൊക്കെ ഈ പച്ചക്കറി കച്ചവടം ഇതുപോലുള്ള ചായക്കടകൾ ഒരുപാട് കണ്ടു കേട്ടോ. ഇതൊരു ക്ഷേത്രമാണ്, ശ്രീ കണ്ണമ്പാടം ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രമാണ്. തുറന്നിട്ടില്ല കേട്ടോ, സമയം 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തുറക്കുന്നേ ഉള്ളൂ കേട്ടോ കേസ്. അല്ല, ഒരുപാട് നമ്മളെ കാണാത്ത ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നാൽ കാണാൻ പറ്റുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ കണ്ടാട്ടെ കേസ്. ഈ വാഗമരങ്ങൾ, നല്ല ഭംഗിയിൽ പൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾ കണ്ടില്ലേ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ വാളായിട്ടൊക്കെ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അത് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാള് പോലെയൊക്കെ കളിക്കുന്ന അതാണ് കേട്ടോ ഈ വാഗമരം. എനിക്ക് ഭയങ്കര ഇഷ്ടം. കണ്ടപ്പോൾ അത് അതൊന്ന് വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അഗ്രഹാരം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ആ ഭാഗത്താണ് കൊടുന്തുരപ്പള്ളി അഗ്രഹാരം കേട്ടോ. അപ്പോൾ അവിടെ റോഡ് ക്ലോസ്ഡ് എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കോട്ടായ റോഡിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്ന പ്രാരിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് കേട്ടോ കേസ്, കൂടൂർ പാലം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ പാലത്തിലൂടെ ഇങ്ങനെ പോണത് കേട്ടോ. ഇതുവരെ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. അടിപൊളി വലിയൊരു പുഴയാണ് താഴെ കാണുന്നത് അല്ലേ. കിടങ്ങ് നോക്കല്ലേ, അവിടെ കുറേ തടയണ, കുറേ പേര് കുളിക്കുന്നു. നല്ല രസമാണ് കേട്ടോ. ഈ വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ്. ഇതുപോലുള്ള എന്താ പറയുക, പുഴപ്പാലത്തിൻ്റെ അവിടെയൊക്കെ വന്ന് ഇത് കണ്ട് എത്ര പിള്ളേരാണ് വന്ന് കുളിക്കണം നോക്ക് അല്ലേ. വയസ്സായവർ ഓരോവിടെ, കുട്ടികളോരോവിടെ. നല്ല അടിപൊളി എന്താ പറയുക, കിടങ്ങുന്നത് ഇങ്ങനെ വെള്ളം ചാടണത് ഒരു വൈബല്ലേ. തടയണേന്ന് വെള്ളം ഇങ്ങനെ വരുന്നതേ അതൊരു വൈബല്ലേ. കോട്ടായി, മങ്കര, അമ്പാട് ഈ ഭാഗമൊക്കെയാണ് തരികെ പോയാൽ. കുറച്ച് ദൂരം ഫ്രണ്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാഴ്ചകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് തിരിച്ചു വരും കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു ഇന്ന സ്ഥലം പറഞ്ഞിട്ട് പോവല്ല, ചുമ്മാ അങ്ങനെ റൗണ്ട് അടിക്കുക. വൈകുന്നേരത്ത് എന്തെങ്കിലും നല്ല കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ്. ഓക്കെ. ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു അഞ്ചുമൂർത്തി ക്ഷേത്രം കണ്ടുട്ടെ കേസ്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോവാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഭാഗം. അടിപൊളിയായിട്ട് നോക്ക്, കവുങ്ങുകൾ, തെങ്ങുകൾ ഒക്കെ പിന്നെ പാടവും ഇടയിൽ പാടങ്ങളല്ലേ. ഈ പച്ചപ്പ് കാണാൻ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്തെ ഇവിടെ ഇത്തിരി ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നു. എല്ലാം ഇവിടെ ചളിയാണ്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ഭാഗമൊക്കെ. എന്തായാലും ക്ഷേത്രം കൂടി പോയി നോക്കിയിട്ട് തിരിച്ചു വരാട്ടെ കേസ്. ഇതാണ് ക്ഷേത്രം. അപ്പോൾ കേസ് ഇതാണ് കേട്ടോ അഞ്ചുമൂർത്തി ക്ഷേത്രം. ഓരോരോ 5 ഇതിലായിട്ടാണ് കേട്ടോ ദൈവങ്ങൾ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പുറത്ത് പുഴയാണ് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതാ നോക്ക്, നല്ല ഭംഗിയുള്ള സ്ഥലത്തൊരു ക്ഷേത്രം. നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അല്ലേ സൗമ്യേ? കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ആനിക്കോടുള്ള അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് പുഴയാണ്,
പിന്നെ വരുന്ന വഴിയും നല്ലൊരു അല്ലേ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് വരുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ അകത്തേക്കൊന്നും പോകുന്നില്ല, കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നുള്ളൂ ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നോക്ക്, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാലേ കുറേ പശുക്കളെ വളർത്തുന്ന കണ്ടിട്ടുണ്ടാവില്ലേ, അതേപോലുള്ളൊരു കാഴ്ചയും കണ്ടിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ ഒരു പശുക്കൾ, കുറേ പശുക്കൾ കണ്ടില്ലേ ഇവിടെ. ഇതൊക്കെ നമ്മൾ തമിഴ്നാട്ടിലും അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെ ഉണ്ടോയെന്ന് സംശയമാണ്, നമ്മുടെ ആ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ക്ഷേത്രം. നമ്മളിപ്പോൾ അകത്തേക്ക് പോകുന്നില്ല, നമ്മൾ നേരെ പുഴൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോണത്. പുഴയ്ക്ക് പോകുന്ന അവിടെ തന്നെ നിങ്ങളല്ലേ കോൺക്രീറ്റ് ഇട്ട റോഡാണ് കേട്ടോ. നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിയും പോകാമല്ലേ ക്ഷേത്രത്തിലേക്ക്? ഇതിയും പോകാൻ പറ്റും? ഇതിയും പോകാമല്ലേ അമ്പലത്തേക്ക്? ഓ ഇതിലും പോകാട്ടാ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ബാക്കിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ പുഴ കേട്ടാ, അല്ലേ നല്ല വൈബുള്ളൊരു സ്ഥലം. ഇവിടെ കുറേ പേര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരവിടെ മീനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. നല്ലൊരു എന്താ പറയുക, നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഇവിടെയൊക്കെ വന്ന് ഇരുന്ന അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല പീസ്ഫുള്ളായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഓരോ യാത്രകൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല അല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ 5 മൂർത്തി ക്ഷേത്രം ഉണ്ടല്ലോ, ഓരോ 5 മൂർത്തികളായിട്ട് മഹാവിഷ്ണു, എന്താണ് ഗണപതി, അങ്ങനെ 5 മൂർത്തികളായിട്ടാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പുഴൻ്റെ ആ ഭാഗത്ത് പോയല്ലോ, അവിടെയൊക്കെ ബലിതർപ്പണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ അധികം അങ്ങോട്ടൊന്നും പോയി കുറച്ച് നേരം നിന്നും കണ്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറേ ക്ഷേത്രങ്ങൾ ഉണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഈ പാലക്കാട് പരിസരത്തൊക്കെ കേട്ടോ. നമ്മൾ പോവാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി കോട്ടായി കുറച്ച് ഭാഗത്തും കൂടി പോയിട്ടേ നല്ല നല്ല എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേസ്. നമ്മൾ ആനിക്കോട് 5 മൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും നമ്മുടെ കോട്ടായി ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കണ്ടില്ലേ സൂര്യൻ ആ ഭാഗത്ത് സൂര്യൻ നല്ല ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 5:45 സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പാടങ്ങളൊക്കെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കതിരൊക്കെ വന്ന് അടിപൊളിയാവുള്ളൂ പാടങ്ങൾ കാണാൻ. ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ഉഴുതിട്ടിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ചായ കടിയൊക്കെ കഴിക്കണം. നല്ല ഒരു ചായക്കട, കുഞ്ഞ് ചായക്കടകളൊക്കെ കണ്ട് അവിടെ നിർത്തിയിട്ട് ഓരോ ചായയും കുടിച്ചിട്ട് പോവാം അല്ലേ സൗമ്യ? നോക്കൊരു വീട് നോക്ക്, പാടത്തിൻ്റെ നടുക്ക് കുഞ്ഞ് ഈ വരമ്പിലൂടെയാണ് അവർ നടന്നിങ്ങനെ പോകണം അല്ലേ. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആൽമരം ഉണ്ട്, ആലിൻചുവട്. ആനിക്കോട്ടിലെ ആലിൻചുവട് നല്ല ഭംഗിയുള്ള ആൽമരം. നോക്ക്, നമ്മൾ പഴയ പോലത്തെ ഒരു കട അല്ലേ. ഇവിടെ ഒരു ബസ് വന്നാൽ സൂപ്പറായിരിക്കും കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. നമുക്കത് അപ്പുറത്ത് നിർത്താം കേട്ടോ. നല്ല തണലുള്ളൊരു ആൽമരം ഇതാണല്ലേ നമ്മുടെ പണ്ടത്തെ അത്താണികൾ. 2 അത്താണിയാണ് അപ്പുറത്തും ഇപ്പുറത്തും. ഇനി നമ്മുടെ അപ്പോൾ നമ്മൾ അത്താണിയിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും നല്ല കാഴ്ചകൾ ഉണ്ടോ നോക്കാട്ടോ. നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഫുള്ള് ഇവിടെയൊക്കെ ഈ ഭാഗത്ത് അങ്ങനെ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ ഈ മുണ്ടൂർ കോങ്ങാട് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ആ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനി ഈ ഭാഗത്തേക്കൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലമാണ്. ലെഫ്റ്റ് കോട്ടായി, ലെഫ്റ്റ് പോകാല്ലേ? ഓക്കേ, നമ്മളിപ്പോൾ പോണത് കോട്ടായി. നേരെ പോയ ഒറ്റപ്പാലം കേട്ടോ. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയാൻ പോവാണ്, കോട്ടായി റോട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. അടിപൊളി. നമ്മളിനിയിപ്പോൾ പോണത് കോട്ടായി, ചുങ്കമന്നം, മാത്തൂര്, കുഴൽമന്നം, അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചത്. വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ഈ വഴി പോകുമ്പോൾ പുതിയ കാഴ്ചകളും കാണാം, നമുക്ക് വീടെത്തുകയും ചെയ്യും. ഇവിടെ ഒരു കാടാണ് കേട്ടോ, ഒരു മല. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് ഒരു മലയെ കയറി ഇറങ്ങുന്ന ഒരു പോലെയാണ്. ഇവിടെ നല്ല എന്താ പറയുക, നല്ല റോഡൊക്കെയാണ് അല്ലേ. റോഡ് നന്നായിട്ടുണ്ട്. നല്ലൊരു മരങ്ങളുടെ
ഇടയിലൂടെയുള്ള ഒരു റോഡും രസമുണ്ട്, നോക്കാം. അപ്പോൾ നമ്മളിതാ മാത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതാണ് മാത്തൂർ ഗ്രാമപഞ്ചായത്ത്. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് നിറയെ മാങ്ങ മരങ്ങൾ വരിവരിയായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂര്യൻ ബാക്കിലാണ്, അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിഷ്വൽസ് കിട്ടില്ല. ഒരു ചായക്കടയുണ്ട്. എന്തെങ്കിലും ഇവിടെ നിന്ന് കുടിച്ചാലോ നോക്കണം. ഒരു ചായയും കടി ചൂടോടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോവുക. വഴിക്ക് നമുക്ക് ഓരോ ചായയും കടിയും കഴിച്ചിട്ട് പോകാൻ കേട്ടോ. നല്ല ഉഴുന്നുവട അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ തണ്ണീരക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഒരു അടിപൊളി ചായക്കട, തട്ടുകട. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഉഴുന്നുവടയും ചായയും കഴിക്കാൻ പോകണം അല്ലേ സൗമ്യ? എന്നിട്ട് നമുക്ക് നേരെ പോകണം കേട്ടോ. കുഴമന്നത്തേക്ക് പോകുന്ന റോഡാണ്, അത് നേരെ പോകണം.